ഹായ് ഫ്രണ്ട്സ്, പ്രിയ സനുശ്രീ വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെപ്പോലെ, അതായത് എന്നെപ്പോലെ കോഴിയൊക്കെ വളർത്തി ജീവിക്കുന്ന ഒരു വീട്ടമ്മയ്ക്കുണ്ടാകാവുന്ന അപകടം, അല്ലെ അവരിലേക്ക് ഒളിഞ്ഞിരിക്കുന്ന ഒരു കൊലയാളിയാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ കോഴികളെയൊക്കെ വീട്ടിൽ വളർത്തുന്നവർ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. എന്നെ ആക്രമിക്കാൻ വേണ്ടി വന്നിരുന്ന അല്ലെങ്കിൽ ഞാൻ അപകടത്തിലേക്ക് വേണ്ടി എന്നുവെച്ചാൽ മരണം വരെ എൻ്റെ മുന്നിലെത്തിയത് എങ്ങനെയാണ്, 4 കോഴിയെ വളർത്തിക്കൊണ്ട് നിനക്ക് എങ്ങനെ മരണം സംഭവിക്കും എന്ന് ചോദിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടകാരിയുണ്ട്. ആ അപകടകാരി ആരാണെന്ന് നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്താം. അതേപോലെ തന്നെ ആ അപകടകാരിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഉള്ള വഴി എന്താണെന്നും, നമുക്ക് കോഴികളെയൊക്കെ വളർത്തുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്താൽ ആ ഒരു അപകടകാരി നമ്മുടെ ഇടയിലേക്ക് വരില്ല, അവരെ കൊണ്ട് നമുക്കുള്ള ശല്യങ്ങളൊക്കെ മാറും എന്നതുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. എൻ്റെ കോഴികൾ മുട്ടയിടാൻ ഞാൻ ഇവിടെയാണ്, ഈ ചാക്കുകളൊക്കെ, ഇതൊക്കെ കണ്ടോ, ഈ ചാക്കുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ഡെസ്കിൽ ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്തിട്ട് ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇതുപോലെ ഇപ്പോൾ ഒരു മുട്ടയിട്ട് വെച്ചേക്കുന്നുണ്ടോ, കോഴി മുട്ടയിട്ട് വെച്ചേക്കുന്നുണ്ടോ. ഇതുപോലെ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടായിരുന്നു നമ്മുടെ കോഴികൾക്കൊക്കെ മുട്ടയിടാൻ. ഈ ടയറും ഇതുപോലെ വെച്ച് കൊടുക്കും കേട്ടോ. ഈ ടയറും ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താണ് ഇവിടെ മുട്ടയിടിച്ചുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കോഴിയുടെ മുട്ട എടുക്കാനായിട്ട് കൂട്ടിൽ വന്ന സമയത്ത് ഞാൻ അതായത് ഇതാണ്ട് ഈ ബേസ് ബോർഡിനകത്ത് വന്ന് മുട്ട എടുക്കാനായിട്ട് വന്ന് അപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് പറയട്ടെ നിങ്ങളോട്. അതിനകത്ത് കയറി ഒരു പാമ്പിരിക്കുന്നെന്ന്. ഒരു പാമ്പ്, നല്ല സാധനം കേട്ടോ, വിഷമുള്ളതൊക്കെ, വിഷമില്ലാത്തതൊന്നും അല്ല. അപ്പം നമ്മളിങ്ങനെയൊക്കെ മുട്ടയിടാനൊക്കെ നമ്മളിതുപോലെ, ഈ കോഴികളുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, കോഴിയൊക്കെ ഇച്ചിരി മറവൊക്കെ ഉള്ളപ്പോഴാണ് അതുങ്ങൾ മുട്ടയിടത്തുള്ളൂ. ഈ നാടൻ കോഴികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ അഴിച്ചു വിട്ട് നടന്ന് തിന്നുന്ന കോഴിയൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇച്ചിരി മറവൊക്കെ ഉണ്ട്, ഇച്ചിരി ഒളിച്ചൊക്കെ വെച്ച് കൊടുത്താലേ അവർ മുട്ടയിടാത്തുള്ളൂ കയറിയിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുത്തിരുന്ന. അപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ പാമ്പ്. ആ പാമ്പിൻ്റെ വീഡിയോ ഒന്നും അന്നേരത്തെ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ബോക്സിനകത്ത് പാമ്പ് ഇരിക്കുന്നതും എടുക്കുന്നതും ഒക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളെ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരുന്നതായിരിക്കും. ഇതിനകത്ത് പാമ്പ് കയറിയിരിക്കുന്നത് നിങ്ങളൊന്ന് ഓർത്തേ. ഞാനത് പകലേ മുട്ടയെടുക്കാൻ വന്നിട്ടല്ലേ ആ പാമ്പിനെ ഞാൻ കണ്ടത്. അതേസമയം വൈകിട്ട്, ഞാൻ എന്നും വൈകിട്ടാണ് വന്ന് മുട്ടയെടുക്കുന്നത്. കൂട്ടിലോട്ട് കോഴിയെ അടച്ചിടാങ്ങി വരുന്ന സമയത്ത് കൈയിട്ട് പെട്ടെന്ന് നോക്കത്തൊന്നുമില്ല, മുട്ടയെടുത്തിങ്ങി പോരും. അന്നത്തേന് ദൈവാധീനത്തിന് ഞാൻ ഉച്ചയായപ്പോൾ വന്ന് മുട്ട പിറക്കി. എനിക്ക് മുട്ട കൊടുക്കാൻ അത്യാവശ്യം വേണമായിരുന്നു. അതുകൊണ്ട് മുട്ട വന്നെടുത്ത സമയത്ത് മുട്ട എടുക്കാനായിട്ട് വന്ന് അങ്ങോട്ട് വരുകയല്ല, ഒരു അനക്കവും ഒരു ചീറ്റും പോലെ ഇങ്ങനെ ഒരു സൗണ്ട്. ഞാൻ പെട്ടെന്ന് കൈ വലിച്ചിട്ട് നോക്കിയപ്പം പാമ്പ് കിടക്കുക. എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഞാൻ പിന്നെ അനുവേട്ടനെ വിളിച്ചുകൊണ്ട് വന്നു, പാമ്പിനെ എടുത്ത് കളഞ്ഞു. അങ്ങനെ ഞാൻ ഇത് വന്ന് എപ്പോൾ മുട്ടയെടുത്താലും ഞാൻ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഈ ടയറ് ഞാൻ പ്രത്യേകിച്ച് വെക്കത്തേ ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഈ ടയറൊക്കെ ഇങ്ങനെ വെക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇതുപോലെ ടയറിനകത്ത് ഇങ്ങനെ കയറി ഇവിടെ ചുരുണ്ട് കിടക്കാൻ നല്ല സൗകര്യമാണ്. ഈ കോഴികൾ ഉള്ളിടത്ത് പ്രത്യേകിച്ച് പാമ്പ് വരുമെന്ന് പറഞ്ഞാൽ ഈ കോഴികളുടെ മണം, ഇവർക്ക് കോഴിക്കാഷ്ടത്തിൻ്റെയൊക്കെ മണം ഇവർക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെയുള്ളപ്പോൾ ഇവർ പാമ്പ് വരും, ഉറപ്പായിട്ടും പാമ്പ് വരും. അതുകൊണ്ട് പാമ്പ് വരാതെ ഇരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. കാരണം ഞാൻ ആ പാമ്പിനെ കണ്ടതിന് ശേഷം ഞാനിവിടെ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ബ്ലീച്ചിങ് പൗഡർ, ഇത് കണ്ടോ, ബ്ലീച്ചിങ് പൗഡർ. ഈ സാധനം ഇടയ്ക്കൊക്കെ നമ്മുടെ പരിസരത്തൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇത് വെള്ളത്തിൽ ചതച്ചിട്ട് വെള്ളത്തിലിങ്ങനെ ആക്കിയിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി കായവും കൂടി ഇട്ടിട്ട് സ്പ്രേ ചെയ്ത് നമ്മുടെ മുട്ടപാത്രത്തിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഈ കോഴിയുള്ള, അതായത് നമ്മുടെ പരിസരത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ
മറ്റൊരു കാര്യമാണ്, ഏറ്റവും നല്ലൊരു കാര്യം, പാമ്പ് വരാതിരിക്കാൻ ഒരിക്കലും പാമ്പ് വന്നതിന് ശേഷം പാമ്പിൻ്റെ ദേഹത്തൊഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. അത് നമ്മൾ അതുങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഞാൻ ഇനിയും കാണിക്കുന്ന സാധനം ഒരിക്കലും പാമ്പിൻ്റെ ദേഹത്തൊഴിക്കരുത്. അത് നമ്മളോടും മിണ്ടാപ്രാണികളോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹമാണ്. അവർ നമ്മളെ ദ്രോഹിക്കാനൊന്നും വരുന്നതല്ല. അവർ നമ്മളെ വന്ന് കടിച്ചാൽ നമുക്ക് മരണം സംഭവിക്കാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അവരും തീറ്റ തേടിയും അവർ ഒളിച്ചിരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ തേടി വന്നിരിക്കുന്നതാണ്. അവർ നമ്മളെ, അതായത് മനുഷ്യരെ പേടിച്ചിട്ട് അവർ ഒളിച്ചിരിക്കുന്നതാണ്. അവരുടെ ഒളിച്ചിരിക്കുന്നിടത്തും പിന്നെ നമ്മൾ ചെല്ലുന്ന പോലെ ആയിപ്പോകും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പാമ്പിൻ്റെ ദേഹത്തൊരിക്കലും ഒഴിക്കരുത്. ഇത് കണ്ടോ, ഇത് മണ്ണെണ്ണയാണ്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഇതുപോലൊരു ബോട്ടിലാക്കി വെച്ചിട്ട് ഇടയ്ക്ക് നമ്മുടെ പരിസരത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഒരിക്കലും പാമ്പിൻ്റെ ദേഹത്തിൽ, പ്രിയ പറഞ്ഞു മണ്ണെണ്ണ ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും കൊണ്ട് പാമ്പിൻ്റെ ദേഹത്ത് ഒഴിക്കരുതേ. അതുങ്ങളുടെ ദേഹം പൊള്ളും, അതുങ്ങളുടെ ദേഹം പൊള്ളിയ തൊലിയെല്ലാം ഇങ്ങനെ പോകും. നമ്മളത് ചെയ്യുന്ന ഭയങ്കര ദ്രോഹമാണ്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ബാക്കി പറയാം. കാരണം അതിൻ്റെ ഇടയ്ക്ക് മോൻ ഇവിടെ ബഹളം ഉണ്ടാക്കി. മോൻ്റെ പുറകെ പോയപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഭാഗം വിട്ടുപോയി. അപ്പം മണ്ണെണ്ണ ഒരിക്കലും പാമ്പിൻ്റെ ദേഹത്തൊഴിക്കരുത്. നമ്മുടെ പരിസരത്തൊക്കെ തളിക്കാൻ പറ്റും. തളിച്ച് കഴിഞ്ഞാൽ പാമ്പ് വരത്തില്ല. ആ സ്മെല്ല് പാമ്പിന് ഇതല്ല, അതുകൊണ്ട് പാമ്പ് വരത്തില്ല. ബ്ലീച്ചിങ് പൗഡറ്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഈ 2 സാധനങ്ങൾ നമുക്ക്, ബ്ലീച്ചിങ് പൗഡർ നിങ്ങൾക്ക് അറിയാവുന്നതാ, ഇതാണ് ബ്ലീച്ചിങ് പൗഡർ. ഇത് ബ്ലീച്ചിങ് പൗഡറാണ്. ഈ 3 സാധനങ്ങൾ നമ്മുടെ പരിസരത്ത്, അതായത് കോഴിയൊക്കെ വളർത്തുന്ന ആൾക്കാർ പരിസരത്ത് എപ്പോഴും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ മുട്ടപാത്രത്തിൻ്റെ അടുത്തൊക്കെ നമ്മൾ മുട്ടയിടാൻ ഇങ്ങനെ ഒളിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമില്ലേ, അവിടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താലും ഒന്ന് തളിച്ചു കൊടുത്താലും പാമ്പൊന്നും വന്നിരിക്കത്തില്ല. ആരും ദൈവത്തെ ഓർത്ത് ടയർ എടുത്ത് വെക്കരുത്. മുട്ടയിടാൻ സൗകര്യം ഒരുക്കി കോഴികൾക്ക് ഒരിക്കലും ടയർ വെച്ച് കൊടുക്കരുത്. അപ്പം ഞാൻ പറഞ്ഞ കേട്ടല്ലോ, ദൈവത്തെ ഓർത്ത് ആരും മണ്ണെണ്ണ പാമ്പിൻ്റെ ദേഹത്ത് ഒഴിക്കരുത്. പാമ്പിൻ്റെ ദേഹത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അതുങ്ങളുടെ ദേഹം പൊള്ളും, പൊള്ളിയിളകും. നമ്മളത് ചെയ്യുന്ന ദ്രോഹമാണ്. അതൊരിക്കലും ആരും ചെയ്യരുത്. അതാരും അങ്ങനെ. എൻ്റെ കോഴിയാണെങ്കിൽ ഇരിക്കും, ഞാൻ എൻ്റെ ഫോൺ സ്റ്റാൻഡ് ചെയ്ത് വെച്ചേക്കുന്നത് സ്റ്റിക്കിൻ്റെ വണ്ടയ്ക്ക് കോഴി കയറി നിൽക്കും. അപ്പോൾ കോഴി അങ്ങോട്ട് കോഴിയെ ഞാൻ ഓടിച്ചു, കോഴി അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഞാനിവിടെ സ്റ്റിക്കൊരു ഇതൊക്കെ വെച്ച് കമ്പൊക്കെ വെച്ച് അതേ കിളത്തി വെച്ചേക്കതെ അതേ കയറി ഇത് കോഴി താണ്ടാണ്. അപ്പം എല്ലാവരോടും ഞാൻ വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ പരിസരത്തൊക്കെ ഇട്ട് കൊടുത്തോളുക, ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ച് നമ്മുടെ പരിസരത്തൊക്കെ തളിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പാമ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന. അപ്പം ഞാൻ പറഞ്ഞത്, ഇന്ന് വീഡിയോ എടുക്കുന്ന മൊത്തം കുളമാണ്. വൈകുമ്പാടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെ പരിസരത്തെല്ലാം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുണ്ട്. കുട്ടിപ്പട്ടാളങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയാം, ഞാൻ എവിടുന്നെങ്കിലും സൗണ്ട് ഒഴിവാക്കി സംസാരിച്ച് വരുമ്പോൾ ഈ കുട്ടിപ്പട്ടാളങ്ങളുടെ ബഹളം ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു തന്നതൊക്കെ നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സൂക്ഷിക്കണം കേട്ടോ. സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഒരു പ്രയോജനമുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറക്കരുത്, ബ്ലീച്ചിങ് പൗഡർ, മണ്ണെണ്ണ, വെളുത്തുള്ളി നമ്മുടെ പരിസരത്തെല്ലാം തളിച്ചേക്കുക. അതിൻ്റെ കൂടി ഇപ്പം കാലാവസ്ഥ അതുപോലത്തെ അല്ലേ. ഇപ്പോൾ കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ മൊത്തം ചൂടും രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പ്. അപ്പോൾ അതുങ്ങൾക്ക് ഇരിക്കാനൊക്കെയുള്ള ഈ തണുപ്പ് പറ്റിയിരിക്കുക. പകൽ സമയത്ത് അതുങ്ങൾക്ക് എങ്ങും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുങ്ങൾ തണുപ്പ് തപ്പിയിരിക്കും. ഇതുപോലുള്ള സ്ഥലം നമ്മൾ, അതായത് മുട്ടപാത്രം, നമ്മൾ മുട്ടയിടാനൊക്കെ ഒരുക്കുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നിടത്ത് നല്ല തണുപ്പുള്ള സൗകര്യങ്ങൾ, ഒളിച്ചിരിക്കാനും നല്ല ഇരുട്ടും ഒക്കെ ഇല്ല. അപ്പോൾ അവിടെ അവർ വന്നിരിക്കും. അത് സ്വാഭാവികമാണ് എന്ന് കരുതി അവരെ കൊല്ലുമോ അറ്റാക്ക് ചെയ്യുമോ എന്ന് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഞാനും ഒരു മൃഗസ്നേഹി ആയതുകൊണ്ട് എനിക്ക് പാമ്പിനെ ഒന്ന് കൊല്ലുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യരുത് ഒരിക്കലും. അതുങ്ങളെ ഉപദ്രവിക്കാതെ പതുക്കനെ പറഞ്ഞ് നമ്മൾ ഓടിച്ചു വിടുക. നമ്മുടെ പരിസരത്ത് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന. ഇങ്ങോട്ട് കുരിപ്പ് പിടിച്ച കോഴികളാണ് ഞാൻ ഈ സ്റ്റാൻഡ് വെച്ചേക്കുന്നതൊക്കെ കയറിയിട്ട് അവർ കൂട്ടി കയറുക. അപ്പം നമ്മുടെ പരിസരത്ത് ഇവർ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അവരെ അറ്റാക്ക് ചെയ്യരുത്. അവരെ നമ്മൾ ഉപദ്രവിച്ചാലേ അവർ നമ്മളെ ഉപദ്രവിക്കത്തുള്ളൂ. അവർ നമ്മൾ മുട്ടയൊക്കെ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ പേടിച്ചിട്ടാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അവരെ ഉപദ്രവിക്കരുത്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ കുഞ്ഞൻ ചാനലിൽ നിങ്ങളൊക്കെ വീഡിയോ കാണും. എൻ്റെ ഞാനൊരു വീഡിയോ ഇട്ടാൽ 10, 300 അല്ലെങ്കിൽ 10, 1000, 2000 പേരൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ആ കാണുന്ന ആൾക്കാർ പ്ലീസ് ഒരു കമൻറ്റ്, ഒരു ലൈക്ക്, അത് എഴുതിയിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലെന്നേ. നിങ്ങളൊക്കെ അങ്ങനെയും കൂടെ ഒന്ന് ചെയ്യുന്നത്. വീഡിയോ കാണുന്നവർ ഒരു ലൈക്കും ഒരു കമൻറ്റും, അപ്പോൾ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്കൊരു മോട്ടിവേഷനല്ലേ അത്. എന്നെ പോലുള്ള ഒരു
നിങ്ങൾ കണ്ടല്ലേ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് വീഡിയോ എടുക്കുന്നതെന്ന്. അതിൻ്റെ ഇടയ്ക്ക് മോൻ വഴക്കം കൊണ്ട് വരുന്നു, പരിസരത്ത് ശബ്ദങ്ങളുണ്ടാവുന്നു. ഇതല്ലാതെ നല്ല ക്യാമറമാനെ വെച്ച് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തോ പിന്നെ സൗണ്ട് കൊടുത്ത് അതൊന്നും ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ചെയ്യുന്ന, അതായത് എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെതായ കുഞ്ഞു രീതിയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം. നിങ്ങളുടെ ഒരു കമൻറ്റ്, ഒരു ലൈക്ക്, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ഒരു കമൻറ്റിന് പോലും ഞാൻ റിപ്ലൈ തരാറിരിക്കാറില്ലല്ലേ. ഞാൻ കഴിവതും എല്ലാ കമൻസിനും റിപ്ലൈ തരുന്ന ഒരാളാണ്. അപ്പം ദൈവത്തെ ഓർത്ത് കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ മുന്നോട്ട് നിങ്ങൾ വളർത്തിക്കൊണ്ട് പോകണം. നിങ്ങൾ വളർത്തിയാലേ എൻ്റെ ചാനൽ മുന്നോട്ട് വളർന്നു പോവുള്ളൂ കേട്ടല്ലോ. താങ്ക്